മറ്റൊരു വാർത്തയിലേക്ക്. അട്ടപ്പാടിയിൽ നവജാത ശിശു മരിച്ചു. ഷോളയാർ വെള്ളക്കുളത്തെ മണികണ്ഠൻ ദീപ ദമ്പതികളുടെ ഒരു ദിവസം പ്രായമായ പെൺകുഞ്ഞാണ് മരിച്ചത്. കൂടുതൽ വിവരങ്ങൾ വിനേഷ് കുമാർ നൽകും. വിനേഷ്, എന്താണ് ഇതേക്കുറിച്ചുള്ള മറ്റു വിവരങ്ങൾ? അട്ടപ്പാടിയിൽ ഇപ്പോൾ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ശിശുമരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണല്ലോ. മഞ്ജുഷ്, തൃശ്ശൂർ മെഡിക്കൽ കോളേജിലാണ് ദീപ ചികിത്സയിലുള്ളത്. ഇന്നലെയായിരുന്നു പ്രസവം. ഇന്നലെ ശസ്ത്രക്രിയയിലൂടെ കുട്ടിയെ പുറത്തെടുക്കുകയായിരുന്നു. ഇതേ തുടർന്നാണ് മരണമുണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, അട്ടപ്പാടിയിലെ ശിശുമരണ നിരക്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഒപ്പം തന്നെ ഈ സിക്കിൾ സെൽ അനീമിയ അഥവാ അരിവാൾ രോഗമാണ് വ്യാപിച്ചിട്ടുള്ളത്. അതായത് ദീപയ്ക്ക് അരിവാൾ രോഗം സ്ഥിരീകരിച്ചതാണ്. ഇതിൽ വിദഗ്ധ ചികിത്സ ലഭിച്ചില്ല എന്നുള്ളൊരു ആരോപണം ശക്തമാണ്. നമുക്കറിയാം, ഈ അട്ടപ്പാടി മേഖലയിൽ അരിവാൾ രോഗം വലിയ തോതിൽ തന്നെ വർദ്ധിച്ചിട്ടുണ്ട്. ഈ 3 വിഭാഗങ്ങൾ, പ്രധാനമായും ആദിവാസികളുടെ 3 വിഭാഗങ്ങളാണുള്ളത്. മുടുകർ, ഇരുളർ, കുറുമ്പർ വിഭാഗങ്ങൾ. ഇവരുടെ 192 കോളനികളാണ്, 192 ഊരുകളാണ് യഥാർത്ഥത്തിൽ ഇവിടെയുള്ളത്. അട്ടപ്പാടിയിലുള്ളത്. ഇവിടെ ഉള്ള ആളുകളിലാണ്, ഇവിടെയുള്ള കുട്ടികളിലും അതുപോലെ തന്നെ സ്ത്രീകളിലും ഉൾപ്പെടെ വലിയ തോതിലുള്ള രോഗങ്ങൾ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. നമുക്കറിയാം, ഈ അരിവാൾ രോഗത്തിൽ നിന്നും മതിയായ ചികിത്സ ലഭിക്കണമെങ്കിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും പോകേണ്ട ഒരു അവസ്ഥയാണുള്ളത്. ഒപ്പം തന്നെ ഈ സ്ത്രീകൾ അതുപോലെ തന്നെ ഈ വിളർച്ച പോലുള്ള പോഷകാഹാരക്കുറവ് മൂലമുള്ള പ്രശ്നങ്ങൾ സ്ത്രീകളിൽ ഉണ്ടാവുന്നുണ്ട്. ഇതാണ് കുട്ടികളുടെ മരണത്തിലേക്ക് പ്രധാനമായും നയിക്കുന്നത് എന്ന് 2013 യൂണിസെഫിന്റെ പഠനം പറഞ്ഞതാണ്. യൂണിസെഫിന്റെ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ പക്ഷേ ഇതിൽ കൃത്യമായ ഒരു പഠനം നടത്തുകയോ ഇത് തടയുന്നതിന് വേണ്ട നടപടിക്രമങ്ങൾ ആലോചിക്കുകയോ ചെയ്തില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. അതുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ ഈ അമ്മമാർക്ക് സിക്കിൾ സെൽ അനീമിയയും അതുപോലെ തന്നെ പോഷകാഹാരക്കുറവും ഉണ്ടാവുകയും ഒപ്പം തന്നെ ഈ കുഞ്ഞുങ്ങൾ മരണത്തിലേക്ക് പോവുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ശരി, വിനേഷാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്താകട്ടെ കോളറ ഇപ്പോൾ ആശങ്കയുണ്ടാക്കുകയാണ്. തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകരയിലായിരുന്നു കഴിഞ്ഞ ദിവസം കോളറ റിപ്പോർട്ട് ചെയ്തത്. ഇപ്പോഴും കോളറ സംശയത്തിൽ കുട്ടികൾ ചികിത്സയിലുണ്ട്. ഒരു കുട്ടിയുടെ മരണം കോളറ ബാധിച്ചാണ് എന്നുള്ള സംശയവുമുണ്ട്. ഒരു കുട്ടിക്ക് കോളറ സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. ആരോഗ്യ പ്രവർത്തകർ ഇപ്പോൾ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ജാഗ്രത പാലിക്കണം എന്ന നിർദ്ദേശമാണ് ആരോഗ്യവകുപ്പ് നൽകിയിരിക്കുന്നത്.